രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ രാമ. എല്ലാ ഭക്ത മനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പുണ്യമായിട്ടുള്ള ആ രാമായണ മാസത്തിൽ ഭഗവാന്റെ കഥകൾ നമ്മൾ കേട്ടു. പക്ഷേ ആ രാമായണ മാസം കഴിഞ്ഞതിന് ശേഷം ചിങ്ങമാസത്തിലും നമ്മൾ രാമകഥകൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. കാരണം അത് ഭഗവാൻ ഒരു നിയോഗമായിരിക്കും. കാരണം എന്താ പറയുക, ആ ഒരു ഭക്തന്മാരുടെ ഉള്ളിലേക്ക് ആ ഭഗവാന്റെ കഥകൾ എത്ര നാൾ കയറാൻ പറ്റുമോ അത്രയും കേൾക്കട്ടെ എന്നുള്ള ഒരു സങ്കല്പത്തിലായിരിക്കും ഭഗവാൻ നമുക്ക് കുറച്ച് ദിവസം കൂടെ ഈ രാമകഥ പറയുന്നതിന് വേണ്ടിയിട്ട് അനുവദിച്ചത്. കാരണം ഭഗവാൻ അറിയുന്ന ഒരു 90% ആൾക്കാരും അടുത്ത കർക്കിടകം മാസത്തിൽ വരെ ഇങ്ങനെ രാമായണം തുറന്നു നോക്കുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, എല്ലാ ദിവസവും നമ്മൾ രാമായണം നിരന്തരം പാരായണം ചെയ്യണം. അതിൻ്റെ ഫലശ്രുതിയിലൊക്കെ വളരെ രാമായണം നിത്യം പാരായണം ചെയ്താൽ അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ ഉള്ള ഗുണങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഫലശ്രുതിയിൽ. അപ്പോൾ അത്രയും വൈശിഷ്ട്യമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് രാമായണം. അത്രയും ശ്രേഷ്ഠനായിട്ടുള്ള ധർമ്മത്തിൻ്റെ വിഗ്രഹമായിട്ടുള്ള ആ ഭഗവാന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള പട്ടാഭിഷേകമാണ് പറയുന്നത്. ആ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള പട്ടാഭിഷേകം കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ 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 പുണ്യം ചെയ്ത ആൾക്കാർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഇത് കേൾക്കുന്ന ആൾക്കാർക്ക്, ഇത് പറയുന്ന ആൾക്കാർക്ക്, ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കേൾപ്പിക്കുന്ന അവർക്കെല്ലാവർക്കും ഇതിൻ്റെ ഈ പറയുന്ന അതേ പുണ്യം തന്നെയാണ് ലഭിക്കുന്നത്. കാരണം മറ്റൊരാൾ കേൾക്കുകയാണെങ്കിൽ, രാമകഥ കേൾക്കുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ആ ഒരു പുണ്യത്തിൻ്റെ ഒരു പകുതി അംശം നമുക്ക് കൂടെ കിട്ടും. കാരണം വെച്ചാൽ നമ്മൾ കാരണമല്ലേ, നമ്മൾ ഷെയർ ചെയ്യുന്നത് കൊണ്ടാണല്ലോ ആ വ്യക്തിക്കും കൂടെ കേൾക്കാൻ സാധിക്കുന്നതും ഭഗവാനെ ഓർത്ത് അത്രയും സമയം മനസ്സ് നിർമ്മലമായിട്ടിരിക്കുന്നതും. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ ആ രാമകഥ കേൾക്കുന്നതിനുള്ള അക്ഷമരായിട്ടിരിക്കുകയാണെന്നറിയാം. ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള പട്ടാഭിഷേകമാണ്. ഭഗവാൻ ആ പട്ടാഭിഷേകത്തിന് പങ്കെടുക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും, വാനരന്മാർക്കാണെങ്കിലും രാക്ഷസന്മാർക്കാണെങ്കിലും, അതുപോലെ സുഗ്രീവന്, ഹനുമാന്, അംഗദന്, വിഭീഷണന് ഒക്കെ, കാശിരാജാവിന്, ജനക മഹാരാജാവിനൊക്കെ അനുഗ്രഹങ്ങളാണ് ഭഗവാൻ കൊടുക്കുന്നത്. വിപ്രന്മാർക്ക്, അപ്പോൾ താപസന്മാർക്ക്, മുനിഗണങ്ങൾക്ക് ഒക്കെ ഭഗവാൻ ഗംഭീരമായ അനുഗ്രഹങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും തീർച്ചയായിട്ടും നമ്മളെയും ഭഗവാൻ അനുഗ്രഹിക്കും. നമുക്ക് പട്ടാഭിഷേക കഥയിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയിരുന്നത് ഭഗവാൻ അയോധ്യയിൽ പ്രവേശിക്കുന്നതും അതുപോലെ തന്നെ അമ്മമാരെ കണ്ടതും ഒക്കെ പറഞ്ഞു. അവസാനം ലക്ഷ്മണനും അതുപോലെ തന്നെ ഭരതനും ശത്രുഘ്നും കൂടെ ഒരുമിച്ച് പറയുകയാണ് ഭഗവാനോട്, അങ്ങ് ഇനി ഈ രാജ്യഭരണം അങ്ങ് ഏറ്റെടുക്കണം. ഭഗവാൻ തന്നെ ഞങ്ങളെയും ഈ രാജ്യത്തെയും രക്ഷിക്കണം. ഞങ്ങൾക്ക് മറ്റൊരാലംബനം ഇല്ല ഭഗവാനെ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കണ്ട ആ ഒരു ഭരതനാണ് ഇങ്ങനെ ഭഗവാനോട് പറയുന്നത്. അപ്പോൾ ഭരതൻ്റെ ആ ഒരു വൈശിഷ്ട്യം കണ്ട് ആ അയോധ്യാനിവാസികളെല്ലാവരും ഭരതനെ പുകഴ്ത്തുകയാണ്. അപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മനസ്സുകൊണ്ട് തന്നെ ആ പുഷ്പകവിമാനത്തെ സ്മരിച്ചു. പുഷ്പകവിമാനം വന്നു. അവർ ഒരുമിച്ച് നന്ദിഗ്രാമത്തിൽ പോയി, ഭരതൻ്റെ ആശ്രമത്തിൽ പോയി മെഥീഡി ഒക്കെ വഹിച്ച് കൊണ്ടുവന്നു. തിരിച്ച് ഭഗവാൻ വൈശ്രവണൻ്റെ അടുത്തേക്ക് തന്നെ ഈ പുഷ്പകവിമാനത്തെ അയച്ചു. അങ്ങനെ എല്ലാവരും സോദരനോടും വസിഷ്ഠനാം ആചാര്യവാദം നമസ്കരിച്ചു രഘുനായകൻ. അപ്പോൾ എന്ത് ചെയ്തു? വസിഷ്ഠൻ, അവരുടെ സൂര്യവംശത്തിൻ്റെ കുലഗുരുവാണ് വസിഷ്ഠൻ. അപ്പം ലക്ഷ്മണനോടും കൂടി ചേർന്ന് ആ വസിഷ്ഠൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു. അദ്ദേഹം ആശീർവാദം ഒക്കെ ചെയ്തു. അങ്ങനെ ഭഗവാൻ ഇരുന്നു. അതുപോലെ തന്നെ
അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് ആദ്യമേ ഇരുന്നത്, അതിനുശേഷമാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ ഭരതനും കേകയപുത്രിയും ഉൽപ്പല സംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദി മുനിവർഗവും ഭൂമി ദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചതു. അപ്പോൾ ഭഗവാനോട് അത് ഭരതനും അതുപോലെ തന്നെ വസിഷ്ഠനും അതുപോലെ തന്നെ വാമദേവൻ മുതലായിട്ടുള്ള മുനിവർഗവും അതുപോലെ തന്നെ ഭൂമിദേവോത്തമന്മാർ, അതായത് ബ്രാഹ്മണന്മാർ, ഇവരെല്ലാവരും കൂടി ശ്രീരാമചന്ദ്രനെ പറയുകയാണ്, ഭഗവാനെ അങ്ങ് ഈ ഭൂതലത്തെ രക്ഷിച്ചാലും ഈ ഭൂമിയെ രക്ഷിച്ചാലും എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഭഗവാൻ അത് പറയുകയാണ്. എന്നിട്ട് ഭഗവാനെ കുറിച്ച് സ്തുതിക്കണം. ബ്രഹ്മസ്വരൂപനാം ആത്മാരാമനീശ്വരൻ, ജന്മനാശാദികളില്ലാത്ത മംഗലൻ, നിർമ്മലൻ, നിത്യൻ, നിരുപമൻ, അദ്വയൻ, ഒക്കെ നമുക്കറിയാവുന്ന അർത്ഥങ്ങളാണ് അല്ലേ. ബ്രഹ്മസ്വരൂപനാണ് ഭഗവാൻ അല്ലേ, സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് അല്ലേ. ജന്മവും നാശവും, അതായത് ഭഗവാന് ജന്മവുമില്ല അന്തവുമില്ല അല്ലേ. അപ്പം അങ്ങനെയുള്ള ഭഗവാനാണ്, മംഗലനാണ്. അതായത് മംഗലൻ എന്ന് പറയുന്നത് എന്താണ്? ആ മംഗളം പ്രദാനം ചെയ്യുന്നതാണ്. നിർമ്മലനാണ്, നിത്യൻ എന്ന് പറഞ്ഞാൽ എന്നുമുള്ളതാണ്. നിരുപമനാണ്, ആരോടും എന്തിനോടും ഉപമിക്കാൻ കഴിയാത്തതാണ് ഭഗവാൻ. അദ്വയനാണ്, രണ്ടില്ലാത്ത വസ്തുവാണ്. അപ്പോൾ അങ്ങനെ ഭഗവാനെ എല്ലാവരും കൂടി സത്യസ്വരൂപനാണ്, സനാതനനാണ്, എന്നും നിലനിൽക്കുന്നതാണ്. ഭഗവാന്റെ മായ കൊണ്ടാണ് സർവ്വലോകങ്ങളും നിർമ്മിക്കുന്നതും രക്ഷിക്കുന്നതും സംഹരിക്കുന്നതും. ഇങ്ങനെ എല്ലാവരും സ്തുതിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, ശരി, ആരും വിഷമിക്കേണ്ട, നിങ്ങളുടെ അപേക്ഷ പ്രകാരം ഞാൻ അയോധ്യയുടെ അധിപനായിട്ട് ഞാൻ വസിക്കാം, എങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ അശ്രുപൂർണാക്ഷനാ ശത്രുഘ്നനും തഥാ ശ്മശ്രു നികൃന്ദന്മാരെ വരുത്തിനാൻ. എന്നിട്ട് ഉടനെ തന്നെ എല്ലാവർക്കും സന്തോഷമായി, കണ്ണുനീരൊക്കെ വരാൻ തുടങ്ങി ശത്രുഘ്നനൊക്കെ. അപ്പോൾ എന്ത് ചെയ്തു? എല്ലാവരോടും പറയുകയാണ്, അഭിഷേകം സംഭാരങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് സംഭരിക്കൂ എന്ന് പറയുകയാണ്. എന്നിട്ടോ ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോവരനാം ദിവാകരപുത്രനും മുമ്പേ ജഡാഭാരശോധനയും ചെയ്തു. അതായത് അവരൊക്കെ ഭരതനാണെങ്കിലും ലക്ഷ്മണനാണെങ്കിലും അല്ലേ, ശത്രുഘ്നാണെങ്കിലും ഒക്കെ എല്ലാവരും ജഡാഭാരമൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ. അവരെല്ലാവരും മുനിമാർ, സന്യാസിമാർ എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ തന്നെയായിരുന്നു. അത്ര വ്രതശുദ്ധിയോടുകൂടിയാണ് എല്ലാവരും കഴിഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ ആ ജഡാഭാരമൊക്കെ അവർ നീക്കി, എന്നിട്ട് മാല്യങ്ങളും ലേപനങ്ങളും ഒക്കെ ശരീരത്തിൽ ചാർത്തി. അങ്ങനെ ഭഗവാൻ ശ്രീരാമചന്ദ്രനും നന്നായിട്ട് ഭഗവാനെയും അലങ്കരിപ്പിച്ചു. അപ്പോൾ ശോഭയോടെ ഭരതൻ കുണ്ടലാദികൾ ആഭരണങ്ങൾ എല്ലാം അനുരൂപമായ ജാനകീദേവിയെ രാജനാരീജനം മാനിച്ച് അലങ്കരിച്ചാരതി മുതാ. അതായത് രാജനാരിമാർ, തോഴിമാരെല്ലാവരും കൂടി ജാനകീദേവിയെയും ഇതുപോലെ തന്നെ അലങ്കരിപ്പിച്ചു. എല്ലാവരും അലങ്കരിച്ചു. മാത്രമല്ല വാനരനാരീജനം, അതായത് വാനരന്മാരുടെ ധാരാളം ഭാര്യമാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കൗസല്യാദേവി തന്നെ അലങ്കാരങ്ങളൊക്കെ ആ വാനരനാരിമാർക്കൊക്കെ കൊടുത്തു. അതാണ് ഒരു ഭേദവുമില്ല അയോധ്യ രാജ്യത്ത്, മനുഷ്യരെന്നോ വാനരെന്നോ അങ്ങനെ ഒന്നും ഭേദമില്ല. അപ്പോൾ അവർക്കും വേണ്ട അലങ്കാരങ്ങളൊക്കെ കൊടുത്തു. അയോധ്യ രാജ്യം മുഴുവൻ ആ അഭിഷേകത്തിൻ്റെ ഒരു ലഹരിയിലേക്ക്, എന്താ പറയുക, ആ ഒരു ഭക്തിയുടെ തങ്ങൾക്കൊരു നാഥൻ ഉണ്ടാകുന്നു എന്നുള്ള ലഹരിയിലേക്ക് അയോധ്യ നിവാസികളെല്ലാം എത്തിച്ചേരുകയാണ്. അപ്പോഴാണ് സുമന്ത്രരെ രഥമൊക്കെ ചമച്ചു കൊണ്ടുവന്നത്. അങ്ങനെ ആ ഭഗവാൻ ആ രഥത്തിൽ കയറി. അതുപോലെ തന്നെ അംഗദൻ, മാരുതി, അതായത് ഹനുമാൻ സ്വാമി, വിഭീഷണൻ, ഇവരെല്ലാവരും ആ ഭഗവാനെ അനുഗമിച്ചു. ഭഗവാന് അകമ്പടിയായിട്ട് ഗജത്തിലും അതുപോലെ ആനയിലും രഥത്തിലും കുതിരകളിലും ഒക്കെ നടന്ന് അവർ ഭഗവാനോടൊപ്പം പോയി. അപ്പോൾ സീതയും
അതുപോലെ സുഗ്രീവ പത്നികൾ ആദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതം ആയി അനന്തരം പിമ്പേ നടന്നതു ശംഖനാദത്തോടും. അപ്പോൾ സീതാദേവിയും സുഗ്രീവൻ്റെ പത്നിയും അതുപോലെ മറ്റു വാനരനാരിമാരും എല്ലാവരും പുറകെ ഉള്ള ഓരോരോ വാഹനങ്ങളിലൊക്കെ ആയിട്ട് സേനയോടൊപ്പം ആ ഭഗവാനെ അനുഗമിച്ചു. അങ്ങനെ ഗംഭീരമായിട്ടുള്ള വാദ്യഘോഷങ്ങളും ഒക്കെയായി ആ ഭഗവാൻ സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതൻ തന്നെയാണ് ഇവിടെ ആ തേര് തെളിക്കുന്നത്. ഉണ്ടോ ആ ഭരതൻ്റെ ഒരു വൈശിഷ്ട്യം എന്നാലോചിച്ച്, ഭരതൻ്റെ ആ ഒരു മഹിമ. എത്രയും നാളും രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ ഒരു ഡ്രൈവറായിട്ട് നിന്ന് തേര് തെളിക്കുന്നത് ഭഗവാന്. അപ്പം അത്ര ഒരു കുലമഹിമയാണ് ആ ഭരതൻ്റെ ഒരു മനസ്സ് എന്ന് പറയുന്നത്. തൻ്റെ ജ്യേഷ്ഠനെ സേവിക്കാനുള്ള ഒരു അവസരമാണ്. അതൊന്നും ഭരതൻ വെറുതെ കളഞ്ഞില്ല, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ സമയത്തോ വെഞ്ചാമരം നക്തഞ്ചരേന്ദ്രൻ, അതായത് വിഭീഷണൻ, അതുപോലെ തന്നെ ആദപത്രം പിടിച്ചതാരാണ്? വെൺകൊറ്റക്കൊടയൊക്കെ പിടിച്ചത് ആ ശത്രുഘ്നനാണ്. അതുപോലെ തന്നെ വാനരേന്ദ്രന്മാരൊക്കെ ആണെങ്കിലോ ആ മാനുഷവേഷം ധരിച്ചിട്ടാണ് അവരൊക്കെ വന്നിരിക്കുന്നത്. 10,000 പേരുണ്ട് അവരെല്ലാവരും ആ ആനയുടെ മുകളിലേറിട്ട് അവർ വരികയാണ്. അപ്പോൾ ആ രാമനിങ്ങനെ എഴുന്നള്ളുന്ന നേരത്ത് സുന്ദരിമാരുള്ള സ്ത്രീകളൊക്കെ താഴെ നിന്നിട്ട് കാണാൻ പറ്റാത്തത് അവരൊക്കെ മുകളിലൊക്കെ കയറിയിട്ട് ഭഗവാന്റെ ആ കണ്ണിന് ആനന്ദപൂരം പുരുഷം പരം പുണ്യപുരുഷം ആലോക്യനാരീജനം, അവർ ആ കണ്ണിന് ആനന്ദപൂരമായിട്ടുള്ള ആ ഭഗവാന്റെ ഒരു ദിവ്യസ്വരൂപം കണ്ട്, ആ പുണ്യപുരുഷൻ്റെ ആ സ്വരൂപം കണ്ട് നാരീജനങ്ങളെല്ലാം അവർ എന്താ പറയുക വീട്ടിലുള്ള ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവർ മറന്നു. ആ ഭഗവാനെ കണ്ടുകൊണ്ട് അവർ അങ്ങനെ നിന്നുപോയി. അവർക്ക് കാണാൻ പാടില്ലാത്തതുകൊണ്ട് അവർ വീടിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഒക്കെയാണ് ആ ഭഗവാനെ കണ്ടത്. ഭഗവാനെ എത്രയോ സ്ത്രീകൾ ആ സമയത്ത് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഭഗവാൻ ഏകപത്നി വ്രതക്കാരനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാൻ പറഞ്ഞു എല്ലാവരോടും, നിങ്ങൾക്ക് അടുത്ത ഒരു അവതാരം ഞാൻ എടുക്കുന്നുണ്ട് ശ്രീകൃഷ്ണനായിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹം ഞാൻ പൂർത്തീകരിച്ച് നൽകുന്നതാണ് എന്ന് ഭഗവാൻ അന്ന് തന്നെ എല്ലാവരോടും പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അടുത്ത അവതാരത്തിൽ ഭഗവാൻ കൃഷ്ണാവതാരം എടുത്ത് എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും ആ ഗൃഹധർമ്മങ്ങളൊക്കെ മറന്ന് ആ ഭഗവാന്റെ എഴുന്നള്ളത്ത് അങ്ങനെ കാണുകയാണ്. അങ്ങനെ ഭഗവാൻ ചെന്നിട്ട് തൻ്റെ അച്ഛൻ്റെ ആ ഒരു പുരത്തിൽ ചെന്നു. അച്ഛൻ്റെ സ്മരിച്ചു, അച്ഛനെ വന്ദിച്ചു. അച്ഛൻ മരിച്ചു. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ഓർമ്മകൾ തങ്ങുന്ന അയോധ്യയിലെ അച്ഛൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം അച്ഛനെ സ്മരിച്ചുകൊണ്ട് അവിടെ നിന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ തുല്യമായിട്ടുള്ള, അതായത് അച്ഛന് തുല്യം ബഹുമാനിക്കുന്ന ആൾക്കാരെ അവരെല്ലാവരെയൊക്കെ ബഹുമാനിച്ചു, നമസ്കരിച്ചു. എന്നിട്ട് ഭരതനോട് പറയുകയാണ്, ഭഗവാനും അങ്ങും അതുപോലെ തന്നെ ഭാനുതനയനും നക്തഞ്ചരേന്ദ്രനും, അതായത് സുഗ്രീവനും വിഭീഷണനും വാനരനായകന്മാർക്കും യഥോചിതം, അതായത് ഭാനുതനയനായിട്ടുള്ള ആ സുഗ്രീവനും വിഭീഷണനും അതുപോലെ തന്നെ വാനരനായകന്മാർക്കും എല്ലാവർക്കും യഥോചിതം ഉചിതമായിട്ട് അവർക്ക് സുഖമായിട്ട് വാഴാനായിട്ട് ഓരോരോ ഗൃഹങ്ങളിൽ എത്രയും പെട്ടെന്ന് അവരെയൊക്കെ ഓരോരോ ഗൃഹങ്ങളിൽ താമസിപ്പിക്കണം. അപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വാനരന്മാരും രാക്ഷസന്മാരും ലങ്കയിൽ നിന്നുള്ള രാക്ഷസന്മാരും അതുപോലെ ഭഗവാന്റെ കൂടെയുള്ള വാനരന്മാരും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും സ്ഥലങ്ങളിൽ അവിടെ ഏർപ്പാടാക്കണമെന്നാണ് ഭഗവാൻ അവിടെ ഭരതനോട് പറഞ്ഞത്. അപ്പോൾ ഭരതൻ ഉടൻ തന്നെ അതിൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞതിനുള്ള ഓരോരോ ഏർപ്പാടുകളൊക്കെ ചെയ്തു. അവരെല്ലാവരും ഓരോരോ ഗൃഹങ്ങളിൽ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നിട്ട് സുഗ്രീവനോട് പറയുകയാണ്, ഭരതൻ പറയുകയാണ്, ഭഗവാന് അഗ്രജൻ ജ്യേഷ്ഠൻ ഇപ്പോൾ തന്നെ അഭിഷേക കർമ്മവും മംഗലമാമാറു നീ കഴിച്ചിടണം. അങ്കദനാദികളോടും യഥാവിധി 4 സമുദ്രങ്ങളിലും ചെന്ന് തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും. രാമന് ഇപ്പോൾ തന്നെ അഭിഷേക കർമ്മങ്ങളൊക്കെ ചെയ്യണം. അതുകൊണ്ട് അങ്കദനോടും മാരുതിയോടും കൂടി പോയിട്ട്
4 സമുദ്രങ്ങളിലും പോയിട്ട് ഈ ഭൂമിയിലുള്ള 4 സമുദ്രങ്ങളിൽ ചെന്നിട്ട് എത്രയും പെട്ടെന്ന് തീർത്ഥം കൊണ്ടുവരൂ എന്ന് പറയുകയാണ്. അങ്ങനെ ജാമ്പവാനും ഹനുമാൻ സ്വാമിയും സുഷേണനും അംഗദനും ഒക്കെ ചെന്ന് സ്വർണ്ണ കലശങ്ങളിനകത്ത് ഈ ജലം ഒക്കെ എടുത്തുകൊണ്ട് വന്നു. പുണ്യ നദീജലങ്ങളിൽ നിന്നുള്ള തീർത്ഥം കൊണ്ടുവന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ആ അയോധ്യയിൽ പട്ടാഭിഷേകത്തിന് തയ്യാറാക്കി അവിടെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അയോധ്യാനിവാസികളെല്ലാവരും ആ 14 വർഷം മുമ്പ് തന്നെ ആഗ്രഹിച്ചിരുന്ന ആ രാമൻ്റെ പട്ടാഭിഷേകം ചെയ്യാനിരുന്ന ദിവസമാണ് രാമൻ കാട്ടിലേക്ക് പോകുന്നത്. അയോധ്യാനിവാസികളുടെ ഹൃദയം പറിച്ചുകൊണ്ട് പോകുന്നത് പോലെയാണ് രാമൻ കാട്ടിലേക്കുള്ള ഭഗവാന്റെ യാത്ര അന്ന് ഉണ്ടായത്. 14 വർഷം മുമ്പ് എങ്ങനെയാണോ വ്രജത്തിലുള്ള ഗോപന്മാരും ഗോപികമാരും കുട്ടികളും എല്ലാവരും ഭഗവാനെ സ്നേഹിച്ച് മതിയാവാതിരുന്ന ഒരു സമയത്ത് ഭഗവാൻ മധുരയിലേക്ക് പോയത് എങ്ങനെയാണോ ആ ഒരു അവസ്ഥയിലായിപ്പോയി സകല അയോധ്യാനിവാസികൾ. ഗോപീഗോപന്മാർക്ക് പശുക്കൾക്ക് പോലും ഭഗവാന്റെ ഓർമ്മയിൽ ഒരെത്രയോ ദിവസം കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരുന്നു. അപ്പം അതുപോലെ അയോധ്യാനിവാസികൾ രാമനെ അനുഗമിച്ച ഒരു കാട്ടിലേക്ക്, രാമനില്ലാതെ ഞങ്ങൾക്കൊരു ജീവിതമില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ രാമൻ അവരുറങ്ങിക്കിടന്ന സമയത്താണ് ആ ദണ്ഡകാരണ്യത്തിലേക്ക് കയറിപ്പോയത്. കാരണം എൻ്റെ ഈ അയോധ്യാനിവാസികൾ എല്ലാവരും കാട്ടിൽ കടന്ന് കഷ്ടപ്പാട് അനുഭവിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ച് അവരുറങ്ങിക്കിടന്ന സമയം നോക്കി അദ്ദേഹം ആ കൊടുങ്കാട്ടിലേക്ക് കയറിപ്പോയി. അതുകൊണ്ട് അത്രയും വലിയൊരു കാരണത്തിൽ അദ്ദേഹം എങ്ങോട്ടാണ് പോയെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് അവരെല്ലാവരും തിരികെ പോകുന്നത്. അല്ലെങ്കിൽ ഇവർ നേരം വെളുത്തിട്ടായിരുന്നെങ്കിൽ എല്ലാ അയോധ്യാനിവാസികളും കൂടെ പോയേനെ. അപ്പം അന്ന് അവർ കാണാനിരുന്ന പട്ടാഭിഷേകമാണ് ഇന്നതാ എല്ലാവിധ ആളും ആരവങ്ങളോടും സർവ്വതാപസവൃന്ദങ്ങളോടും മുനിവൃന്ദങ്ങളും ദേവനാരിമാരും അപ്സരസുകളും കിന്നരന്മാരും ഗന്ധർവന്മാരും കിംപുരുഷന്മാരും സർവ്വദേവതമാരും 30 കോടി ദേവകളും ദിക്പാലകന്മാരും എല്ലാവരും കൂടി ഇപ്പോൾ ഭഗവാനിത് അഭിഷേകം ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അയോധ്യയിൽ. രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയെയും വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനി ജാപാലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിതോ പൊന്നിൻ കലശങ്ങളായിരത്തെട്ടും അങ്ങന്യൂനശോഭം ജപിച്ചാർമറകളും നക്തഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ട് ചാമരം വീണാൻ. ആ രത്നം കൊണ്ട് നിർമ്മിച്ച ആ സിംഹാസനത്തിലെ രാമനെയും പത്നിയായിട്ടുള്ള ആ ലോകമാതാവായിട്ടുള്ള സീതാദേവിയെയും ചേർത്ത് വെച്ച് വാമദേവൻ, ജാബാലി, ഗൗതമൻ, വാൽമീകി, വസിഷ്ഠൻ തുടങ്ങിയ ആ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആ ഋഷിമാരും അതുപോലെ തന്നെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരോടും കൂടിയിട്ട് ആ ദാശരഥിക്ക് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് പൊന്നിൻ കലശങ്ങൾ 1008 പൊന്നിൻ കലശങ്ങൾ കൊണ്ട് ആ ഭഗവാന് അഭിഷേകം ചെയ്തു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ആ സമയത്ത് വിഭീഷണൻ അതുപോലെ തന്നെ ധാരാളം വാനരവീരന്മാർ ഇവരെല്ലാവരും, മാരുതി, സുഗ്രീവൻ, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ആ രത്നദണ്ഡം കൊണ്ട് ചാമരം കൊണ്ട് ഇങ്ങനെ വീശുകയാണ് ഭഗവാനെ. ശത്രുഘ്നനാണ് അവിടെ കുടയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷത്രിയ വീരന്മാരെല്ലാം ഭഗവാനെ ഉപചരിക്കാനായിട്ട് വരുന്നു. ലോകപാലന്മാരും ഉപദേവതമാരും ആകാശമാർഗത്തിൽ നിന്ന്, അവിടെയൊന്നും അയോധ്യയിൽ സ്ഥലമില്ലാതെയായി,
അവർ ആകാശത്ത് നിന്ന് ഭഗവാനെ പുകഴ്ത്താൻ തുടങ്ങി. അതുപോലെ തന്നെ ഒരു ദേവേന്ദ്രൻ ഒരു മാല ഭഗവാന് കൊടുത്തയച്ച്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? സർവ്വരത്നോജ്വലമായിട്ടുള്ള രത്നങ്ങൾ കൊണ്ട് തീർത്ത ആ ഹാരം, ആ മാല എന്ത് ചെയ്തു? ഭഗവാൻ ആദ്യമേ ആ ഉർവീശ്വരനും അലങ്കരിച്ചിട്ടുണ്ട്. ഭഗവാൻ അത് അലങ്കരിച്ചു. അത് അപ്പോൾ ദേവഗന്ധർവ യക്ഷ അപ്സരോ വൃന്ദവും ദേവദേവനെ ഭജിച്ചാണ്. അപ്പോൾ ദേവന്മാർ, യക്ഷന്മാർ, അപ്സരസുകൾ ഇവരെല്ലാവരും വന്നിട്ട് ആ ഭഗവാനെ സ്മരിക്കുകയാണ്, ഭഗവാനെ സ്തുതിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി പുഷ്പവൃഷ്ടി ചെയ്യുകയാണ്. ആകാശത്ത് നിന്നും ഭഗവാന്റെ ആ ഒരു അഭിഷേകം കണ്ടിട്ട് അവർ സ്തുതിക്കുകയാണ്. സ്നിഗ്ധസ്ദൂർവാദളശ്യാമളം കോമളം പത്മപത്രേക്ഷണം സൂര്യകോടിപ്രഭം ഹാരകിരീട വിരാജിതം രാഘവം മാനസമാനലാവണ്യം മനോഹരം പീതാംബര പരിശോഭിതം ഭൂധരം സീതയാ വാമാംഗസംസ്ഥയാ രാചിതം രാജരാജേന്ദ്രം രഘുകുലനായകം രാജീവബാന്ധവവംശസമുദ്ഭവം രാവണനാശനം രാമം ദയാപരം സേവകാഭീഷ്ടതം സേവ്യമനാമയം ഭക്തി കൊയ്ക്കൊണ്ടു മാദേവിയോടും വന്നു. ഭാർഗനുമപ്പോൾ സ്തുതിച്ചു തുടങ്ങിയിടാൻ ഓരോരോ ദേവന്മാരെ സ്തുതിക്കുകയാണ്. അടുത്തതായിട്ട് ഭഗവാനെ സ്തുതിക്കുന്ന മഹാദേവനാണ്. രാമായ ശക്തിയുക്തായ നമോ നമഃ ശ്യാമള കോമളരൂപായ തേ നമഃ കുണ്ടലീനാഥ തൽപ്പായ നമോ നമഃ കുണ്ടലമണ്ഡിതഗണ്ഡായ തേ നമഃ ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരകിരീടധരായ നമോ നമഃ ആദിമധ്യാന്തഹീനായ നമോ നമോ വേദസ്വരൂപായ രാമായ തേ നമഃ വേദാന്തവേദ്യായ വിഷ്ണവേദേ നമോ വേദജ്ഞവന്ധ്യായ നിത്യായ തേ നമഃ. മഹാദേവൻ സ്തുതിക്കുകയാണ് ഭഗവാനെ. അതുപോലെ തന്നെ ഇന്ദ്രൻ സ്തുതിക്കുന്നു, അതുപോലെ തന്നെ ആദിത്യൻ സ്തുതിക്കുന്നു, രുദ്രന്മാർ സ്തുതിക്കുന്നു. അങ്ങനെ ഓരോ ദേവന്മാരും ഭഗവാനെ സ്തുതിക്കുകയാണ്. ഭക്തിയോടുകൂടി പിതൃക്കള് ഭഗവാനെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ യക്ഷന്മാർ ഭഗവാനെ സ്തുതിക്കുന്നു, ഗന്ധർവന്മാർ ഭഗവാനെ സ്തുതിക്കുന്നു, കിന്നരന്മാരും കിംപുരുഷന്മാരും ഭഗവാനെ സ്തുതിക്കുകയാണ്. സിദ്ധസമൂഹം സ്തുതിക്കുന്നു, വിദ്യാധര സമൂഹം സ്തുതിക്കുന്നു. അതുപോലെ തന്നെ അപ്സര സ്ത്രീകൾ ഭഗവാനെ സ്തുതിക്കുന്നു. ചാരണന്മാർ, ഉരകന്മാർ, മരുത്തുക്കൾ, തുമ്പുരു, നാരദ കുഖ്യക വൃന്ദവും അങ്ങനെ ഓരോരോ ദേവന്മാരും ഭഗവാനെ മാറി മാറി സ്തുതിക്കുകയാണ്. അതിനുശേഷം ഭഗവാൻ വനരാദികൾക്ക് അനുഗ്രഹം കൊടുക്കുകയാണ്. ഈ വനരാദികൾക്കുള്ള അനുഗ്രഹം ഭഗവാൻ കൊടുക്കുന്നത് ഇത് നമ്മളുടെ ജീവിതത്തിലും വന്നു ചേരട്ടെ എന്ന് ഭഗവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ വാനരാദികൾക്ക് ഭഗവാൻ കൊടുക്കുന്ന അനുഗ്രഹം എന്താണെന്ന് കേൾക്കാം. അങ്ങനെ ആ ഭഗവാൻ ആ ശ്രീരാമചന്ദ്ര മഹാപ്രഭു അയോധ്യ ഭരിക്കുന്ന സമയത്ത് സസ്യസമ്പൂർണമായി വന്നിതവനിയും എല്ലാ സസ്യസമ്പൂർണമായി വന്നു ആ ഭൂമി മുഴുവനും ഉത്സവയുക്തങ്ങളായ ഗൃഹങ്ങളൊക്കെ ആ ഉത്സവ തുല്യങ്ങളായി എല്ലായിടത്തും സന്തോഷം. വൃക്ഷങ്ങളിലൊക്കെ അത് അതിസ്വാദ് ഉള്ള ഫലങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഭൂമിയിൽ ആ സമയത്ത് ദുർഗന്ധ പുഷ്പങ്ങളൊന്നും തന്നെ ഇല്ലാതെയായി എല്ലാം നല്ല സൽഗന്ധങ്ങൾ പുറപ്പെടുവിക്കുന്ന ആ പുഷ്പങ്ങളായി മാറി. അതുപോലെ തന്നെ ഭഗവാൻ ബ്രാഹ്മണർക്ക് 100,000 തുരകങ്ങൾ, പശുക്കൾ, അങ്ങനെ ഇതെല്ലാം ദാനം ചെയ്യുകയാണ്. അതുപോലെ ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ആദിത്യപുത്രനും നൽകി. ആദിത്യപുത്രനാൽ ആദരാൽ ആതിഥേയാധിപപുത്രൻ അംഗദനും അതായത് തന്നെ ആ പുത്രതനേനും അങ്ങനെ അംഗദന് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും വേണ്ട ഭഗവാൻ ഒരു ഹാരം ദേവിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ദേവി എന്നിട്ട് ദേവിയോട് പറഞ്ഞു, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾക്ക് ഇത് കൊടുത്തോളാൻ പറയുകയാണ്. അങ്ങനെ ദേവി എന്ത് ചെയ്തു? അത് ആർക്ക് കൊടുത്തു? ഹനുമാൻ സ്വാമിക്ക് കൊടുക്കുകയാണ്.
പാരം പ്രസാദിച്ചു മന്ദസ്മിതാന്വിതം. കണ്ഠദേശത്തിൽ നിന്നങ്ങെടുത്തിട്ടു 2 കൈ കൊണ്ടും പിടിച്ചു നോക്കിയിടിനാൾ. അങ്ങനെ ഭർത്തൃമുഖാബ്ജവും മാരുതി വക്ത്രവും മധ്യേ മണിമയമാകിയ ഹാരവും ഇംഗിതജ്ഞൻ പുരുഷോത്തമനന്നേരം ഭഗവാൻ പറയുകയാണ്, മംഗലദേവതയോട് ചൊല്ലിയിടിനാൻ. ദേവിയോട് പറയുകയാണ്, ഭഗവാൻ പറയുകയാണ്, ഇക്കണ്ടവർകൾ ഇഷ്ടനാകുന്നതാരുൾക്കമലത്തിൽ നിനക്കു മനോഹരേ. ഈ കാണുന്നതിൽ ആരാണോ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നൽകിയിടവന്നു നീ മറ്റാരുമില്ല നിന്നാകൂതഭംഗം വരുത്തുവാനോ മലേ. നിനക്ക് ഇഷ്ടമുള്ള ആൾക്ക് ഈ ഹാരം, ഈ മാല കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ദേവി ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഭഗവാൻ ഹനുമാനെ വിളിക്കുകയാണ്, ദേവി വിളിക്കുകയാണ്. എന്നിട്ട് ഹനുമാൻ സ്വാമിക്ക് തന്നെ ഹാരം കൊടുത്തു. അപ്പോൾ ഹനുമാൻ സ്വാമി ഇതിട്ടിട്ട് ഭഗവാന് വളരെ സന്തോഷമായി. ഭഗവാൻ അഞ്ജലിയോടും കൂടി തൊഴുതുകൊണ്ട് തിരുമുമ്പിൽ നിന്നിട്ട് അഞ്ജനാപുത്രനെ കണ്ടു. രഘുവരൻ മന്ദമരികെ വിളിച്ചരുൾ ചെയ്തത് ആനന്ദപരവശനായി മധുരാക്ഷരം. ഇത് കണ്ടുകൊണ്ട് ഭഗവാൻ ഹനുമാൻ സ്വാമിയെ വിളിച്ചിട്ട് പറയുകയാണ്, മാരുതനന്ദന, അല്ലയോ ഹനുമാനെ, നിനക്ക് വേണ്ടുന്ന വരത്തെ നീ എന്നോട് ചോദിച്ചു വാങ്ങിക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് കപീന്ദ്രൻ പറയുകയാണ്, മന്നവൻ തന്നോടപേക്ഷിച്ചരുളിനാൻ സ്വാമിൻ പ്രഭോ. ഭഗവാനോട് പറയുകയാണ്, ഭഗവാന്റെ കണ്ണ് നിറഞ്ഞുപോയി, ഹനുമാന്റെ സ്വാമിയുടെ കണ്ണ് നിറഞ്ഞുപോയി. പ്രഭോ, നിൻ തിരുവടി തന്നുടെ നാമവും ചാരുചരിത്രവും ഉള്ള നാൾ. ഭഗവാനെ, അവിടുത്തെ നാമവും അവിടുത്തെ ചരിത്രവും ഉള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം. ഭഗവാനെ, അത്രയും കാലം ഭഗവാന്റെ നാമവും ഭഗവാന്റെ ചരിത്രവും ഉള്ള അത്രയും കാലം ഭഗവാനെ, അവിടുത്തെ ഈ ഭൃത്യന്, അവിടുത്തെ ഈ സേവകന് ഈ ഭൂമിയിൽ വാഴാനായിട്ട് ഭഗവാനെ അവിടുന്ന് അനുഗ്രഹിക്കണേ. ഭഗവാനെ, രാമനാമം കേട്ടുകൊള്ളുവാൻ അനാരതം എനിക്ക് എപ്പോഴും ആ രാമൻ്റെ സ്മരണ, രാമൻ്റെ നാമം കേൾക്കണം. അനാരതമായിട്ട് ഇടതടവില്ലാതെ എനിക്ക് ആ രാമൻ്റെ നാമം കേൾക്കണം. രാമജപസ്മരണ ശ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തിപരാ വിഭോ. ഭഗവാനെ, എനിക്ക് അവിടുത്തെ നാമം എനിക്ക് കേട്ടിട്ടും മതിയാവുന്നില്ല. അതുകൊണ്ട് എനിക്ക് ധാരാളം രാമനാമം കേൾപ്പിച്ചു തരൂ ഭഗവാനെ എന്ന് പറയുകയാണ്. ഇത് മാത്രം മതി, മറ്റൊരു വരവും എനിക്ക് വേണ്ട ഭഗവാനെ, ദയാനിധേ. അതുപോലെ തന്നെ എനിക്ക് ഭക്തിക്ക് യാതൊരുവിധ ഇളക്കവും ഉണ്ടാകരുത്. എനിക്ക് എന്നും ഭഗവാനോട് ഭക്തി ഉണ്ടാവണം. നമുക്കും ഭഗവാനുള്ള പ്രാർത്ഥന ഇതാണ്, ഭഗവാനെ, എപ്പോഴും ഏതൊരവസ്ഥയിലും ഭഗവാനോട് ഭക്തി ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. മൽക്കഥയുള്ള നാൾ മുക്തനായി വാഴുക നീ. എൻ്റെ കഥയുള്ളിടത്തോളം കാലം നീ മുക്തനായി തന്നെ ഈ പ്രപഞ്ചത്തിലുണ്ടാവും, ഈ ഭൂമിയിലുണ്ടാകും. ഭക്തി കൊണ്ടേ വരും ബ്രഹ്മത്വവും സഖേ. ഭഗവാൻ തന്നെ ഇവിടെ ഒരു നല്ലൊരു ക്ലാരിഫിക്കേഷനാണ് കൊടുക്കുന്നത്. ഭക്തി കൊണ്ടേ വരും ബ്രഹ്മത്വവും സഖേ. ബ്രഹ്മത്വം ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? ഭക്തി ഉണ്ടാവണം. അപ്പോൾ ഭക്തിയുള്ളവൻ ആരാണ്? ബ്രഹ്മമാണ്. അതിനകത്ത് ചാതുർവർണ്ണ്യങ്ങളും അതൊന്നും ഇതിനകത്ത് കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ല. പലപ്പോഴും ഈ ഹിന്ദുമതത്തെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് പലരും എടുത്ത് പ്രയോഗിക്കുന്ന വാക്കുകളാണ് ഇവിടെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊക്കെ. അപ്പോൾ ഇവിടെ ഭഗവാന്റെ വാണിയാണ്, ഭഗവാന്റെ അമൃതവാണിയാണ്. ഭഗവാൻ പറയുന്നത് എന്താണ്? ഭക്തി കൊണ്ട് ബ്രഹ്മത്വം വരും. അതായത് ബ്രാഹ്മണനാണെങ്കിൽ എന്തുണ്ടാവണം? എന്തുണ്ടാവണം? ഭക്തി കൊണ്ടേ ആ ബ്രഹ്മത്തെ അറിയാൻ കഴിയുകയുള്ളൂ, ഈശ്വരനെ അറിയാൻ കഴിയുകയുള്ളൂ. അവൻ്റെ കുലമല്ല അവിടെ പ്രധാനം, അവൻ്റെ ജോലിയല്ല അവിടെ പ്രധാനം. അവന് ഭക്തി കൊണ്ട് ഈശ്വരനെ, പരബ്രഹ്മത്തിനെ അറിയുമ്പോൾ അവൻ ദ്വിജനായി മാറും. അവൻ ദ്വിജൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു രണ്ടാമതൊരു ജന്മമാണ് അവനുണ്ട്. അവൻ ബ്രാഹ്മണനായി മാറുന്നു. ഇവിടെ ഹനുമാൻ സ്വാമിയോട് പറയാണ്, അങ്ങനെ ഭക്തി കൊണ്ട് ഈശ്വരനായ ആ വാനരാധീശ്വരനാണ് ഈ ഹനുമാൻ സ്വാമി. ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് രാമനാമം എവിടെ കേൾക്കുന്നോ, രാമനാമം ആര് കേൾക്കുന്നോ, രാമനാമം ആര് ജപിക്കുന്നോ, അവിടെ ഹനുമാന്റെ സാന്നിധ്യം നമുക്കറിയാൻ സാധിക്കുന്നത്. ഹനുമാൻ അവിടെ ഉണ്ടാകും. രാമനാമം ജപിക്കുന്ന വീടുകളിൽ, രാമായണം പാരായണം ചെയ്യുന്ന വീടുകളിൽ ഒരു അനിഷ്ടങ്ങളും ഒരു ദോഷങ്ങളും ഉണ്ടാവാൻ ഹനുമാൻ സ്വാമി സമ്മതിക്കുകയില്ല. ഭഗവാൻ എപ്പോഴും ആ വീടിനൊരു സംരക്ഷണ കവചമായിട്ട് ഹനുമാൻ സ്വാമി എപ്പോഴും
ആ രാമൻ്റെ നാമം എന്നും കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് വീട്ടിലാണോ രാമൻ്റെ നാമം പാരായണം ചെയ്യുന്നത്, രാമൻ്റെ നാമം ജപിക്കുന്നത്, ആ വീട്ടിൽ ഒരു പ്രത്യക്ഷ ശക്തിയായിട്ട് മറ്റൊരു ബാധാദോഷങ്ങളും ആ വീട്ടിലുള്ളവർക്ക് മറ്റു ആപത്തുകളോ സംഭവിക്കാതിരിക്കാനായിട്ട് ഹനുമാൻ സ്വാമി എപ്പോഴും ആ വീടിന് കാവലായിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് രാമൻ്റെ നാമജപം കേൾക്കണം, ആ രാമനാമജപം കേട്ടാൽ എനിക്ക് മതി വരുന്നില്ല. അതുകൊണ്ട് അത് എവിടെയുണ്ടോ അവിടെ ഞാൻ ഉണ്ടാവും. എവിടെ രാമനാമ ജപയില്ലേ അവിടെ ഹനുമാൻ സ്വാമി ഉണ്ടാവുകയില്ല. മറ്റൊരു കഥയും കൂടിയുണ്ട്, കഥയല്ല, ഒരു യാഥാർത്ഥ്യമാണ്. ഹനുമാന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ശനിദോഷങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ശനിയുടെ ഒരു അപഹാരങ്ങളും ഒരു കണ്ടകശനിയും ആ വ്യക്തിയെ ബാധിക്കുകയില്ല. രാമനാമം ജപിക്കുന്നത് അത് ഇവർ തമ്മിലുള്ള ഒരു കരാറാണ്. ഹനുമാൻ സ്വാമി പറഞ്ഞിട്ടുണ്ട്, രാമന്റെ നാമം എവിടെ ജപിക്കുന്നോ അവിടെ എൻ്റെ സാന്നിധ്യം ഉണ്ടാവും, അവിടെ അങ്ങ് വരരുതെന്ന്. അപ്പോൾ ആ ശനിദോഷങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയാനായിട്ട് എപ്പോഴും ആ രാമനാമത്തെ സ്മരിക്കുക. അപ്പോൾ അവിടെ ഹനുമാൻ സ്വാമി ഉണ്ടാകും. ഹനുമാൻ സ്വാമിയുള്ളടത്ത് ആ ശനീശ്വരൻ ഉണ്ടാവുക. അവിടെ നമ്മളെ ശനിദോഷങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുകയില്ല. അങ്ങനെ ഭഗവാൻ അനുഗ്രഹം ഒക്കെ കൊടുത്തു. എൻ്റെ കഥയുള്ളത്രയും നാൾ നീ മുക്തനായി വാഴുക, എന്നിട്ട് ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ ജാനകീദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികെന്ന് അനുഗ്രഹിച്ചിരിക്കുക. അപ്പോൾ ജാനകീദേവിയും ഹനുമാൻ സ്വാമിയെ അനുഗ്രഹിച്ചു. അങ്ങനെ ഭഗവാൻ അവിടുന്ന് ഭഗവാനെ ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ചുകൊണ്ട്, ദേവിയെ നമസ്കരിച്ചുകൊണ്ട് ഹിമാലയത്തിൽ തപസ്സിനായിട്ട് പോയി ഹനുമാൻ സ്വാമി. പിന്നെ ശൃംഗിവേരാധിപനായിട്ടുള്ള ഗുഹനെ വിളിച്ചു. അങ്ങനെ ആ ഗുഹന് വേണ്ട അനുഗ്രഹങ്ങളും ഭോഗത്തിന് വേണ്ട വസ്തുക്കളും രത്നങ്ങളും ദിവ്യ ആഭരണങ്ങളും എല്ലാം കൊടുത്തു. ഭഗവാന് ആ ഒരു പൂർണ്ണ പരബ്രഹ്മമായിട്ട് കൂടി ആ നിഷാദ വംശത്തിൽ, കാട്ടാള വംശത്തിൽ പിറന്ന ആ ഗുഹനെയും എല്ലാവരുടെ ഒപ്പം വിളിച്ചു നിർത്തി ഭഗവാൻ ആലിംഗനം ചെയ്ത് എല്ലാവിധ അനുഗ്രഹങ്ങളും ദിവ്യ ആഭരണങ്ങളും രത്നങ്ങളും ഒക്കെ ആ ഗുഹനും കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മാല്യങ്ങൾ, കളഭങ്ങൾ, ഹരിചന്ദനാദികൾ, എന്നിട്ട് ഇതെല്ലാം കൊടുക്കുകയാണ്. ആർക്കാണ് കൊടുക്കുന്നത്? സുഗ്രീവന്. എന്നിട്ട് പറയുകയാണ്, അങ്ങ് ഇനി കിഷ്കിന്ധയിൽ പോയി സുഖമായി വസിച്ചോളൂ എന്ന് പറയുകയാണ്. പക്ഷേ സുഗ്രീവന് ഭഗവാനെ പിരിഞ്ഞു പോകാനായിട്ട്, ഹനുമാൻ സ്വാമിക്ക് ഇതേ ദുഃഖം തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ സുഗ്രീവന് അതുപോലെ തന്നെ ഭഗവാനെ പിരിഞ്ഞു പോകാനായിട്ട് വല്ലാത്ത ഒരു ദുഃഖമാണ്. അങ്ങനെ ഒടുവിൽ ഭഗവാനോട് യാത്ര പറഞ്ഞ് കിഷ്കിന്ധയിലേക്ക് സുഗ്രീവനും യാത്രയായി. അതിനുശേഷം സീതയുടെ പിതാവായിട്ടുള്ള, സീതാദേവിയുടെ പിതാവായിട്ടുള്ള ജനകന് വേണ്ടി പ്രീതിയോടുകൂടി ഭഗവാൻ ഓരോരോ കാര്യങ്ങൾ കൊടുത്തു, അനുഗ്രഹിച്ചു. നൂതന പട്ടാമ്പര ആഭരണാദികളും നൽകി. അങ്ങനെ വിദേഹ രാജ്യത്തിന് പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെയും യാത്രയാക്കി. പിന്നെ കാശിരാജാവിനെ അനുഗ്രഹിക്കുന്നു. അതിനുശേഷം നക്തഞ്ചരേന്ദ്രനായിട്ടുള്ള വിഭീഷണന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൊടുത്തു, വിഭീഷണനെ അനുഗ്രഹിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, സമ്മാനം കൊടുത്ത് സമ്മോദം ഉൾക്കൊണ്ട് പോയാലവർകളും നക്തഞ്ചരേന്ദ്രൻ വിഭീഷണൻ അന്നേരം ഭക്തിയാ നമസ്കരിച്ചാൻ ചരണാംബുജം മിത്രമായി. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, ഭഗവാന്റെ കാൽക്കൽ വീണ് വിഭീഷണൻ നമസ്കരിച്ചപ്പോഴത്തേക്കും ഭഗവാൻ പറയുകയാണ്, നീ മിത്രമായിട്ട് വന്ന് എന്നെ തുണച്ചത് കാരണമാണ് ശത്രുക്കളെ എനിക്ക് ജയിക്കാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് നീ എന്നും ആ ചന്ദ്രതാരകം ലങ്കയിൽ വാഴുക, നീ എന്നും ഈ ലങ്കയുടെ രാജാവായിട്ട് ഇരുന്നാലും എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, എന്നെ മറന്നു പോകാതെ നിരൂപിച്ചു പുണ്യജനാധിപനായി വസിച്ചിടടോ. എന്നെ മറന്നു പോകാതെ, ഇവിടെ എന്നെ മറന്നു പോകാതെ എന്ന് ഭഗവാൻ പറയുമ്പോൾ എന്തായിട്ട് എടുക്കണം? പരബ്രഹ്മം, ഈശ്വരനെ മറക്കാതിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ആ ഭഗവാനെ, മഹാവിഷ്ണു ഭഗവാനെ പൂജിച്ച് നിത്യവും ആ വിഷ്ണുപരായണനായിട്ട് ഭഗവാന്റെ ഭഗവാന്റെ ആ ഒരു ഭക്തനായിട്ട് തന്നെ വിശുദ്ധനായിട്ട് മുക്തനായിട്ട് വാണിയിടുകെന്നു നിയോഗിച്ചു. അങ്ങനെ മണിയും മണികളും സാധാരണ സ്വർണ്ണാഭരണങ്ങളും അവോളം
കൊടുത്തു വിട്ടു അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം സുഖമായിട്ട്, അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ ഭഗവാനുമായിട്ട് പിരിയാനായിട്ടൊരു ദുഃഖമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹവും തിരിച്ചുപോയി ലങ്കയിൽ പോയി താമസിക്കുകയാണ്. അടുത്തത് രാമൻ്റെ രാജ്യഭാര ഫലമാണ്. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, കേൾക്കേണ്ട, ഭഗവാൻ ഇപ്പം അനുഗ്രഹം കൊടുത്തതുപോലെ തന്നെ വളരെ കേൾക്കേണ്ട ഒരു ഭാഗമാണ് ഭഗവാന്റെ ഒരു രാജ്യഭാരം. ആ രാജ്യത്തിന് ഭഗവാൻ ഭരിച്ച സമയത്ത് ആ രാജ്യം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഭഗവാൻ എന്ത് ചെയ്തു? അശ്വമേധാദി യാഗങ്ങളൊക്കെ ചെയ്തു. വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു. വിശ്വം മുഴുവൻ ഭഗവാന്റെ കീർത്തി ഉണ്ടായി. അതുകൊണ്ടാണ് ഇന്ന് ലോകരാജ്യങ്ങളിൽ, എത്രയോ രാജ്യങ്ങളിൽ, 48 രാജ്യങ്ങളിലായിട്ട് ഭഗവാന്റെ രാമായണവും അതുപോലെ തന്നെ ഭഗവാന്റെ കഥകളും എല്ലാ രാജ്യങ്ങളിലും പ്രസിദ്ധമാണ്. അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് വൈധവ്യ ദുഃഖം വനിതമാർക്ക് ഇല്ല. അവിടെ ഒരു സ്ത്രീകളുടെയും ഭർത്താക്കന്മാര്, അതായത് ആ ഒരു നല്ല പ്രായത്തിലൊന്നും മരിച്ചു പോയിരുന്നില്ല. അതുപോലെ വ്യാധിഭയം, വ്യാധിയോ ജരയോ അങ്ങനെയൊന്നും ആർക്കും ഉണ്ടായതുമില്ല. സസ്യപരിപൂർണയല്ലോ ധരിത്രിയും, എപ്പോഴും സസ്യപരിപൂർണമായിട്ട് എല്ലാവിധ കാർഷികമായിട്ടുള്ള അഭിവൃദ്ധി, സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി, പുണ്യഫലങ്ങളിൽ നിന്നുള്ള അഭിവൃദ്ധി, എല്ലാവിധ രീതിയിലും ഭൂമി ആവുന്നോളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അയോധ്യ നിവാസികൾക്ക്, ഭൂമിയിലുള്ള സകല ജനങ്ങൾക്കും. രാമൻ്റെ ഭരണകാലത്തിൽ കള്ളന്മാരുടെ ഭയം പോലും ആർക്കുമില്ല. എന്താ വെച്ചാൽ എല്ലാവരുടെയും ധാരാളം പണമുണ്ട്. ബാലമരണമൊന്നും അകപ്പെടുമാറില്ല. അവിടെ ബാലന്മാരൊന്നും മരിക്കാറ് പോലുമില്ല. അതുപോലെ തന്നെ കൃത്യസമയത്ത് മഴയുണ്ടാകുന്നു. അങ്ങനെ ആ രാമപൂജാപരന്മാരായി എല്ലാവരും രാമനെ തന്നെ പൂജിച്ച്, രാമനെ തന്നെ ധ്യാനിച്ച്, എല്ലാവരുടെയും വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ അവരവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ അനുഷ്ഠിച്ച്, എല്ലാവരുടെയും ഉള്ളിൽ അനുകമ്പയോടുകൂടി, എല്ലാവരുടെയും ഉള്ളിൽ മറ്റ് ഒരു മോശം ചിന്തയുമില്ലാതെ, മറ്റ് പരതാരങ്ങളെയൊന്നും, മറ്റ് സ്ത്രീകളെയൊന്നും, മറ്റുള്ളവരുടെ ഭാര്യമാരെയൊന്നും ആരും മോശം കണ്ണിൽ നോക്കാതെ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പരദ്രവ്യങ്ങളൊന്നും ആരും അപഹരിച്ചതുമില്ല ഈ ഒരു സമയത്തൊന്നും. അതുപോലെ തന്നെ എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കി നിർത്താനുള്ള കഴിവും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പരസ്പരം ആർക്കും നിന്ദയില്ല. എല്ലാവരോടും ബഹുമാനമാണ്. ആരും നിന്ദിക്കുന്നില്ല. എല്ലാവരോടും കാണുമ്പോൾ ഒരു മനസ്സുകൊണ്ട് തന്നെ, ഹൃദയം കൊണ്ടൊരു ബഹുമാനമാണ്. ഇന്നിപ്പോൾ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. അത് ഹൃദയം കൊണ്ടാണോ അതോ ശരീരം കൊണ്ടാണോ എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ശരീരം കൊണ്ട് എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്, പക്ഷേ ഹൃദയം കൊണ്ട് എത്ര പേര് ഓരോരുത്തരെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആ നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം തൻ്റെ പുത്രന്മാരെ ഒരു അച്ഛൻ എങ്ങനെയാണോ രക്ഷിക്കുന്നത്, അതുപോലെയാണ് ഇവിടെ രാമൻ പ്രജകളെ രക്ഷിച്ചത്. പുത്രന്മാരെ എങ്ങനെയാണോ അച്ഛൻ രക്ഷിക്കുന്നത്, അങ്ങനെ ആണ് രാഘവൻ ഭൂമി ഭരിച്ചത്. അപ്പോൾ അവർക്ക് വൈകുണ്ഠലോകത്തിന് ഭോഗത്തിന് തുല്യമായിട്ട് അവരുടെ വൈകുണ്ഠത്തിൽ എങ്ങനെയാണോ അയോധ്യാവാസികൾ ചെന്ന് ഇരിക്കുന്നത്, അപ്പോൾ വൈകുണ്ഠലോകത്തിലുള്ള അതേ സുഖം തന്നെയാണ് ആ രാമൻ അയോധ്യ ഭരിച്ച സമയത്ത് അയോധ്യ നിവാസികൾക്ക് ഉണ്ടായത് എന്ന് പറയുകയാണ്. അടുത്ത രാമായണത്തിൻ്റെ ഫലശ്രുതിയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഫലശ്രുതി എന്ന് പറയുന്നത് അത്യുത്തമോത്തമം. ഇത് വളരെ ഉത്തമമായിട്ടുള്ള ഗ്രന്ഥമാണ്. മൃത്യുഞ്ജയപ്രോക്തമാണ്. ഇത് ഈ ഗ്രന്ഥം വായിക്കുന്നവരെ മരണത്തെ ജയിക്കുന്നവരായിരിക്കും. അതായത് അവർക്ക് മരണമില്ല എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. മരിക്കുന്നിടത്തോളം കാലം, അതായത് ആയുസ്സെത്തി എല്ലാവരുടെയും ആ പൂർണ്ണമായിട്ടുള്ള പരിപൂർണമായ ആയുസ്സിൽ തന്നെ അത്രയും കാലം സുഖമായിട്ട് ഭൂമിയിൽ ജീവിച്ച് വൈകുണ്ഠലോകത്തിന് തുല്യമായിട്ടുള്ള സുഖഭോഗങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കുന്നു. അതുപോലെ തന്നെയോ ഈ ജന്മത്തിൽ തന്നെ ഏതൊരു മനുഷ്യനാണോ ഈ ജന്മത്തിൽ തന്നെ ഈ രാമായണം വായിക്കുന്ന അവർക്ക് ഈ ജന്മത്തിൽ തന്നെ മുക്തി സിദ്ധിക്കും. അതിന് യാതൊരുവിധ സംശയവുമില്ല. അതിന് മറ്റൊരു ജന്മത്തിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ തത്വങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി ഈ രാമായണം വായിക്കുന്ന ആരാണോ അവർക്ക് ഈ ജന്മം കൊണ്ട് തന്നെ മുക്തി സിദ്ധിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും അവർക്ക് സുഹൃത്തുക്കളായിരിക്കും. ധനവും ധാന്യവും
ധാരാളമായിട്ട് ഇത് വായിക്കുന്ന, ഈ രാമായണ ഗ്രന്ഥം വായിക്കുന്ന വീടുകളിൽ ധനധാന്യ വൃദ്ധിപ്രദം, ധനവും ധാന്യവും ഒക്കെ ധാരാളമായിട്ട് ഉണ്ടാകും. ശത്രുവിനാശനം, ശത്രുക്കൾ ഉണ്ടാവുകയേയില്ല. മാത്രമല്ല ആരോഗ്യവർദ്ധനം, നല്ല ആരോഗ്യമുള്ളവരായിട്ട് മാറും. അതുപോലെ തന്നെ ദീർഘായുരർത്ഥപ്രദം, അതായത് ദീർഘമായിട്ടുള്ള ആയുസ്സുണ്ടാകും. പിന്നെയോ അർത്ഥപ്രദം, ധാരാളം ധനമുണ്ടാകും. പവിത്രമായിട്ടുള്ളൊരു ജീവിതമായിരിക്കും അവർ നയിക്കുന്നത്. സൗഖ്യപ്രദം, സുഖം, ധാരാളം സുഖം അനുഭവിക്കാൻ സാധിക്കും. സകല അഭീഷ്ടസാധകം, എല്ലാവിധ അഭീഷ്ടങ്ങളും സാധിക്കാൻ പറ്റുന്നു. ഇത് ഈ രാമായണം പഠിക്കുകയും ഇത് ചൊല്ലുകയും അതായത് വായിക്കുകയും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ, അതായത് എന്തെല്ലാം കർമ്മദോഷങ്ങൾ ഏതെങ്കിലുമൊക്കെ ജന്മത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പാപങ്ങളെല്ലാം ഈ രാമായണം ഒന്ന് പാരായണം ചെയ്യുന്നതോടുകൂടി മഹാപാതകങ്ങൾ, അതായത് പാതകങ്ങളിൽ നിന്ന് പോലും ഈ രാമായണം വായിക്കുന്ന വ്യക്തി ആ പാപങ്ങളിൽ നിന്നും മോചിതനാകുന്നു. ഇനി അർദ്ധാഭിലാഷി ലഭിക്കും മഹാധനം. ഇത് ധനം ആഗ്രഹിച്ചിട്ടാണ് രാമായണം വായിക്കുന്നത്. പൈസയൊന്നുമില്ല, എന്നാൽ കുറച്ച് രാമായണം വായിക്കാം. അങ്ങനെയുള്ളവർ ആ ധനത്തെ ആഗ്രഹിച്ച് വായിക്കുകയാണെങ്കിൽ അവർക്ക് ധാരാളം ധനം, അതായത് ഐശ്വര്യം ജീവിതത്തിൽ ഉണ്ടാകും. അതായത് മഹാലക്ഷ്മി പ്രസാദം, മഹാലക്ഷ്മി കടാക്ഷം ആ വീടുകളിലുണ്ടാകും. എന്താണ്? ഇവിടെ ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അർദ്ധാഭിലാഷിക്ക് ലഭിക്കും ധാരാളം അർത്ഥം, അതായത് ധനം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ദേവി ഉണ്ടാകും. ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമാണ് ഭഗവാന്റെ വാസസ്ഥലം, അല്ലെ? അപ്പൊ ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ദേവിയും വന്ന് ഇരിപ്പുറപ്പിക്കും. അപ്പൊ എന്തുണ്ടാകും? ധാരാളം ധനമുണ്ടാകും ആ വീടുകളിൽ. പിന്നെയോ ഇനി പുത്രന്മാരില്ല. അപ്പോൾ അങ്ങനെയുള്ളവര് പുത്രന്മാരെ ആഗ്രഹിച്ചിട്ട് വ്രതത്തോടുകൂടി രാമായണം പാരായണം ചെയ്ത് പൂർത്തിയാക്കുകയാണെങ്കിൽ നല്ല പുത്രന്മാരെ അവർക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ ലോകരാൽ തന്നെ ഇത് വായിക്കുന്ന, ഈ ഗ്രന്ഥം വായിക്കുന്നവര് സമ്മതന്മാരായി തീരും. ഇനി ധാരാളം അറിവ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഭക്തന്മാർക്കാണെങ്കിൽ, അല്ലെങ്കിൽ ദേവിമാർക്ക്, അമ്മമാർക്കാണെങ്കിലോ ധാരാളം എന്താ പറയുക, നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുന്നു, നല്ല ജ്ഞാനികളായിട്ട് മാറുന്നു. അജ്ഞാനമെല്ലാം അകന്ന് മഹാബുധന്മാരായിട്ട് വരും, നല്ല അറിവുള്ളവരായിട്ട്, ജ്ഞാനികളായിട്ട് അവർ മാറുന്നു. ഇനി ഒരു വന്ധ്യയായിട്ടുള്ളൊരു യുവതിയാണ് ഇത് കേൾക്കുകയാണെങ്കിൽ, എന്താ പറയുക, ഒരു കുട്ടികളില്ലാത്ത ഒരു സ്ത്രീയാണ് ഈ രാമായണം പഠിക്കുക, അല്ലെങ്കിൽ രാമായണം വായിക്കുക, അല്ലെങ്കിൽ രാമായണം കേൾക്കുകയാണെങ്കിലോ അവൾക്ക് നല്ല ഒരു സന്തതികൾ അവൾക്കുണ്ടാകുന്നു. ഇനി ബദ്ധനായിട്ടുള്ളവൻ, ഓരോരോ കാര്യങ്ങൾ കൊണ്ട് ബദ്ധനായിട്ടുള്ളവനാണെങ്കിൽ അവൻ നിമിഷനേരം കൊണ്ട് മുക്തനായിട്ട് വന്നിടും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു, അർദ്ധി കെട്ടിയിടുവൽ അർദ്ധവാനായി വരും. പണം വേണമെങ്കിൽ ആ പണം കിട്ടും. അതുപോലെ തന്നെ ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും, അതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. അതായത് ദുർഗങ്ങൾ, അതായത് കടക്കാൻ പറ്റാത്ത കടമ്പകൾ ഒന്നുകൊണ്ടും ജയിക്കാൻ പറ്റുന്നില്ല, ഒന്നുകൊണ്ടും ഒരു കാര്യം സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ രാമായണം വായിച്ചു നോക്കുകയുള്ളൂ, തീർച്ചയായിട്ടും ഏത് കടമ്പയും കടക്കാൻ പറ്റും. അതുപോലെ തന്നെ ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. ഒരു ദുഃഖിതനാണ് ഇത് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ സദ്ഗ്രന്ഥം കേൾക്കുകയാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഒരു ആനന്ദമുണ്ടാകും, ഒരു സന്തോഷമുണ്ടാകും. ഈ രാമായണം വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും അത് അനുഭവമാണ്. എത്രയോ ദുഃഖങ്ങൾ ഈ രാമായണം വായിച്ച് ഇല്ലാതെയാക്കുന്നു. ആ കാരണം എന്തുകൊണ്ടാണ്? ഭഗവാൻ ഉള്ളിൽ പ്രവേശിച്ചാൽ പിന്നെ അവിടെ ആനന്ദത്തിനല്ലാതെ മറ്റ് ദുഃഖത്തിന് സ്ഥാനമുണ്ടോ? ദുഃഖങ്ങളും പാപങ്ങളും ഒക്കെ ഈ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ ഇതെല്ലാം ഇരിക്കപ്പുറതയില്ലാതെ പുറത്തേക്ക് പോകും. അപ്പം അങ്ങനെ ഇനി ഭീതനാണ് ഇത് കേൾക്കുന്നതെങ്കിലോ അവൻ നിർഭയനായിട്ട് വരും. വളരെ പേടിയാണ്, പുറത്തിറങ്ങാൻ പേടിയാണ്, അല്ലെ എന്തിനോടും പേടിയാണ്. ചിലർക്ക് അങ്ങനെയാണ്, വളരെ പേടിയുള്ളവരായിരിക്കും, ഒന്നിനും ഒരു ആത്മവിശ്വാസം കാണുകയില്ല, എല്ലാത്തിനും പരാജയ ഭീതിയായിരിക്കും, പുറത്തിറങ്ങാൻ പേടിയായിരിക്കും. അപ്പം എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നുള്ള ഭീതി ഉള്ളവർക്കാണെങ്കിലോ ഈ സദ്ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഉള്ളിലുള്ള പേടിയൊക്കെ ഇല്ലാതെയാകും. ഇനി വളരെ വ്യാധിതൻ, എന്താ പറയുക, അസുഖങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവനാണെങ്കിൽ അവൻ്റെ എല്ലാ അസുഖങ്ങളും മാറി പരിപൂർണ ആരോഗ്യവാനായിട്ട് മാറും.
അടുത്തോ ഭൂത ദൈവാത്മാർത്ഥമായുടൻ ഉണ്ടാകും ആദികളെല്ലാം അകന്നുപോകും നിർണയം. അവന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നു, അവൻ്റെ ആദികളെല്ലാം അകന്നു പോകും. ദേവന്മാരുടെയും പിതൃക്കളുടെയും അതുപോലെ തന്നെ പിതൃഗണങ്ങളുടെയും താപസന്മാരുടെയും അങ്ങനെ എന്ത് വേണ്ട ഈ ലോകത്തിന് മുഴുവൻ അനുഗ്രഹവും പ്രസാദവും അവന് ഇത് വായിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഇത്തരം ഗൃഹങ്ങളിൽ ഉണ്ടാകുന്നു. ദേവന്മാർ, പിതൃക്കൾ, കിന്നരന്മാർ, ഗന്ധർവന്മാർ, കിംപുരുഷന്മാർ, അപ്സരസുകൾ, ഗന്ധർവന്മാർ ഇവരെല്ലാവരും അനുഗ്രഹിക്കുന്നു. അഷ്ടദിക്പാലകന്മാരും ഈ വീടിനെ നോക്കി അനുഗ്രഹം ചൊരിയുന്നു. കൽമഷം എല്ലാം അകലും, അതേയല്ല ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. എല്ലാവിധ കൽമഷങ്ങളും അകലും, എല്ലാവിധ ദുഃഖങ്ങളും അകലും ഇല്ലാതെയാവും. പിന്നെയോ ഈ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പുരുഷാർത്ഥങ്ങൾ സാധിക്കുക എന്നുള്ളതാണ്. അപ്പം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവയാണ് പുരുഷാർത്ഥങ്ങൾ. അപ്പോൾ ആ പുരുഷാർത്ഥങ്ങളിൽ സാധിക്കും. ഇതൊക്കെയാണ് ഈ രാമായണത്തിൻ്റെ ഫലശ്രുതി. രാമായണം വേണ്ട രീതിയിൽ കേട്ടാൽ, രാമായണം വേണ്ട രീതിയിൽ പാരായണം ചെയ്താൽ, അതിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കി പാരായണം ചെയ്താൽ ജീവിതത്തിൽ ലഭിക്കുന്ന ഗുണങ്ങളാണ്. അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രീസുതയ്ക്ക് ഉപദേശിച്ചതാദരാൽ ഭഗവാൻ മഹാദേവൻ, ലോകപിതാവായുള്ള മഹാദേവൻ ദേവിക്ക് ഉപദേശിക്കുകയാണ്. നിത്യവും ശുദ്ധബുദ്ധിയാ ഗുരുഭക്തി പൂണ്ട് അധ്യയനം ചെയ്യലും മുതാ കേൾക്കലും. ശുദ്ധബുദ്ധിയോടുകൂടി ഗുരുഭക്തി കൊണ്ട് ഗുരുക്കളന്മാരെയൊക്കെ ധ്യാനിച്ചുകൊണ്ട് ഇത് എല്ലാ ദിവസവും കേൾക്കുകയാണെങ്കിലും പാരായണം ചെയ്യുകയാണെങ്കിലും സിദ്ധിക്കും എല്ലാം അഭീഷ്ടമെന്നിങ്ങനെ. കണ്ടോ, എന്നും പാരായണം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ പാരായണം ചെയ്യുന്നത് പോലെ രാമായണ മാസത്തിൽ മാത്രമല്ല പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നിത്യവും ശുദ്ധബുദ്ധിയ ഗുരുഭക്തി പൂണ്ട് അധ്യയനം ചെയ്യലും മുതാ കേൾക്കലും. ഇത് പാരായണം ചെയ്യുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിലും ഇത് മുതാ വളരെ സന്തോഷത്തോടുകൂടി കേൾക്കുകയാണെങ്കിലോ, കേൾക്കണമല്ലോ എന്ന് വിചാരിച്ച് കേൾക്കാതെ വളരെ സന്തോഷത്തോടുകൂടി ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ ദിവ്യകഥകൾ, ഭഗവാന്റെ കോമളമായിട്ടുള്ള രൂപം എൻ്റെ മനസ്സിൽ വേണം, ഭഗവാന്റെ കഥകൾ എനിക്ക് കേൾക്കണം എന്നുള്ള സന്തോഷത്തോടുകൂടി ഭഗവാന്റെ കഥകൾ കേൾക്കുകയാണെങ്കിൽ സിദ്ധിക്കും എല്ലാം അഭീഷ്ടമെന്നിങ്ങനെ. അവരെ എന്ത് അഭീഷ്ടം എന്ത് വേണമെന്ന് മനസ്സ് ചിന്തിച്ചോളൂ, അത് സിദ്ധിക്കും, അവർക്ക് നടക്കും എന്നാണ് പറയുന്നത്. ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ. അപ്പം ഇത് ഭഗവാൻ പാർവതി ദേവിയോട് പറയുകയാണ്, പരമാർത്ഥമിതൊക്കവേ, ഇതെല്ലാം സത്യമാണ് ദേവി. ഇതിൻ്റെ ആരാണ് സാക്ഷ്യപ്പെടുത്തുന്നത്, അറ്റസ്റ്റ് ചെയ്യുന്ന ആരാണ് ഇവിടെ? ഭഗവാൻ മഹാദേവൻ തന്നെയാണ്. ഭക്തിയാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഇപ്പം ഭക്തിയോടുകൂടി കിളിപ്പൈതൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇത് എല്ലാവരും ചിത്തം തെളിഞ്ഞിട്ട് എല്ലാവരും കേട്ടു. ഈ ലോകം മുഴുവനും ഈ അധ്യാത്മരാമായണം കേട്ടു എന്നാണ് പറയുന്നത്. അധ്യാത്മരാമായണം ഉമാമഹേശ്വര സംവാദത്തിൽ യുദ്ധകാന്ഡം സമാപ്തം. അങ്ങനെ ഭഗവാന്റെ ദിവ്യകഥകളടങ്ങിയ, ഭഗവാന്റെ ദിവ്യലീലകളടങ്ങിയ, ഭഗവാന്റെ ആ മര്യാദാ പുരുഷോത്തമൻ്റെ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ആ കഥയാണ് നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷവും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നമുക്ക് അടുത്തൊരു രാമായണ മാസത്തിന് വേണ്ടി കാത്തിരിക്കാം. അതിനു മുമ്പായി എല്ലാവരും ഇന്നു മുതൽ വീണ്ടും രാമായണം വായിക്കുക. ഓരോ ദിവസവും രാമൻ്റെ കഥകൾ വായിക്കുക. ഒരു പേജെങ്കിലും രാമായണം വായിക്കുക, ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുക. ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ രാമായണ മാസത്തിൽ അറിയാം. ഓരോ ദിവസവും ഇത്ര ഭാഗങ്ങൾ വെച്ച് വായിച്ചാൽ മാത്രമേ 30 ദിവസം കൊണ്ട് തീരുകയുള്ളൂ. അല്ലെ, 30 ദിവസം കൊണ്ട് തീർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എങ്കിലും വായിച്ച് തുടങ്ങുന്ന ആൾക്കാർക്ക് 30 ദിവസം കൊണ്ട് തീർത്തില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്കത് ശ്രദ്ധിച്ച് വായിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ അർത്ഥമൊന്നും അറിഞ്ഞ് വായിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഭക്തന്മാർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അമ്മമാർ, സജ്ജനങ്ങൾ, സഹോദരിമാർ എല്ലാവരും ചെയ്യേണ്ടത് ഓരോ ദിവസവും കുറച്ച് ഭാഗം വെച്ച് രാമായണത്തിൻ്റെ ഓരോരോ ചെറിയ പോർഷൻസ് വെച്ച് വായിച്ചിട്ട് നമുക്ക് എന്താണോ മനസ്സിലാകുന്നത് അത് അതുപോലെ തന്നെ ഒന്ന് എഴുതി വയ്ക്കുക, ഒരു ഡയറിയിലോ ഒരു ബുക്കിലോ. എന്നിട്ട് നമുക്ക് തന്നെ അത് പ്രസിദ്ധീകരിക്കാം. പിന്നീട് നമ്മുടെ ഒരു ഗ്രന്ഥമായിട്ട്, അത് നമ്മുടെ ഒരു വ്യാഖ്യാനമായിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്കത് എഴുതാം. അങ്ങനെ എത്രയോ 3000-ലധികം രാമായണങ്ങൾ ഇപ്പോൾ ഈ ഭൂമിയിൽ തന്നെയുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് രാമായണം എഴുതുന്നു. പക്ഷേ ആ മൂലഗ്രന്ഥത്തിൽ നിന്ന് വ്യതിചലിക്കാതെ വ്യാഖ്യാനങ്ങൾ എഴുതാം.
അപ്പോൾ എല്ലാവരും ചെയ്യുക. ഓരോ ദിവസവും കുറച്ച് ഭാഗമെങ്കിലും വായിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിനൊരു വ്യാഖ്യാനം എഴുതുക. എന്നിട്ട് നമുക്ക് അത് വീണ്ടും അത് വായിക്കുമ്പോൾ നമുക്ക് നല്ല നല്ല വ്യാഖ്യാനങ്ങൾ നമ്മളിലേക്ക് വരും. ഭഗവാൻ എന്നും നമ്മുടെ ഹൃദയത്തിൽ നിരന്തരമായിട്ട് നിലനിൽക്കും. നമ്മളുടെ ആവോളം ഭക്തി ഉണ്ടാകും. നമ്മൾ നേരത്തെ കേട്ട ഫലശ്രുതികളെല്ലാം അപ്പോൾ അവിടെ ചേർന്ന് വരും. നമുക്ക് എന്തുണ്ടാകും? ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകും, ബുദ്ധി ഉണ്ടാകും, ആരോഗ്യമുണ്ടാകും, ജ്ഞാനമുണ്ടാകും, തെളിച്ചമുണ്ടാകും, പ്രസന്നതയുണ്ടാകും, അതുപോലെ തന്നെ ധനമുണ്ടാകും, ധാന്യമുണ്ടാകും, സർവ്വസമ്പത്തി ഉണ്ടാകും, സർവ്വ സന്തോഷമുണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എല്ലാ ഭക്തമനസ്സുകൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം.